ദി അൺലൈക്ലി ഗേൾ മേരി, മറിയ. അവൻ ചോദിക്കും, മറിയയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? മറിയയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. മറിയ ഒരു കന്യകയായിരുന്നു, അല്ലേ? വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവളായിരുന്നു, കാര്യമൊക്കെ ശരി. പക്ഷെ പെട്ടെന്ന് അവൾ വിവാഹം നിശ്ചയം ചെയ്ത് അവളിങ്ങനെ യോസേഫുമായിട്ട് ഇങ്ങനെ SMS അയച്ചുകൊണ്ടിരിക്കുകയല്ല, എന്താണ്, വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദൂതം വന്ന് ഇടയ്ക്ക്, നീ വീഡിയോ കോളൊക്കെ മാറ്റി വയ്ക്കുക, പിന്നെ നീ ഗർഭിണി ആണ് കേട്ടോ, അത് സംഗതി ഇങ്ങനെയാണ്. അവളുടെ സ്വപ്നങ്ങളും പോയി, അവളുടെ പ്രതീക്ഷകളും പോയി, അവളുടെ ജീവിതം, അവൾ നല്ല സത്യം പറഞ്ഞാൽ ആലോചിക്കേ, അവളിങ്ങനെ ബ്യൂട്ടി പാർലറൊക്കെ കയറി മൈലാഞ്ചിയൊക്കെ ഇട്ട് അവളിങ്ങനെ ഈ പറഞ്ഞ പോലെ അല്ലേ കല്യാണത്തിന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഓക്കാനോ ചെറുതലും ബഹളും. അത് ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പോലെ ഒന്നുമല്ല. ഒരു ഓക്കാനോ അങ്ങോട്ട് ഓക്കാനിച്ച ആ ഗ്രാമം മുഴുവൻ അറിയും. ഒരിക്കലും കാണാൻ വല്ല വയറ്റിന് പിടിക്കാത്തതാണെന്ന് പറയും. ഇത് നേരം വെളുത്ത് ഇതാണ് പരിപാടി. അവസാനം മറച്ചു വയ്ക്കാൻ വയ്യ. അക്കം പക്കത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അറിഞ്ഞു. അവരെല്ലാം അത്യാവശ്യം ന്യൂസ് കൊടുത്തു. കെട്ടി വെള്ളം കോരാൻ വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ സ്ഥിരം കഥയായി. ആരാണ് അവരുടെയൊക്കെ കഥാപാത്രം? ഇപ്പോൾ ആരാണ്? മറിയ. അറിഞ്ഞാ എത്രയായി? ഓരോ മാസം കഴിയുന്തോറും മറിയയ്ക്ക് പഴി ദുഷി നിന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഓർത്തോണം, ദ ഷെയിം ദാറ്റ് ഷീ ഫേസ് ഡെയിലി, ദ സ്കോൺ വാട്ട് അതേഴ്സ് അസ്യൂംഡ് അബൌട്ട് ഹെർ. അവളെക്കുറിച്ച് മറ്റുള്ളവരിങ്ങനെ അസ്യൂം ചെയ്ത് ഓരോ കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവളുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യങ്ങളെ അല്ല. ഇവളെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് അവൾക്ക് അറിയാനും കഴിയുന്നില്ല. അറിഞ്ഞിട്ടും അവൾക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അവൾക്കൊരു കാര്യം അറിയാം. സ്വപ്നത്തിൽ ദൂതൻ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിച്ചു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ ലോകത്തിലെ സകല മനുഷ്യരെയും തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനുള്ള രക്ഷകനാണ്, മെശിഹയാണ്. ആ വാഗ്ദത്തവൾക്കുണ്ട്. അത് പറയാൻ പറ്റുമോ നടന്ന എല്ലായിടത്തും? ഇതാ നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ തുറന്നു നടക്കുന്നതൊന്നും ഈ വാഗ്ദത്തവുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കത്തില്ല. ഇതിന് നേർ വിപരീതമായ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പക്ഷെ അവിടെയും നമ്മൾ നോക്കേണ്ടത് ചുറ്റും എന്ത് സംഭവിക്കുന്നു, ഇപ്പോഴെനിക്ക് എന്ത് ആണ് എൻ്റെ അനുഭവം എന്നുള്ളതല്ല, ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തതെന്ത്, അതായിരിക്കണം നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ.